ശ്രീ പി വിവേകാനന്ദൻ, ഇവിടെ തിരിച്ചടി കൂടിയേ തീരൂ, മറുപടി കൂടിയേ തീരൂ എന്ന് പറയുമ്പോഴും ഏതു രീതിയിലുള്ള തിരിച്ചടിയാണ് എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. നമുക്കറിയാം, നയതന്ത്ര തലത്തിൽ കൃത്യമായ നിലപാടുകൾ ഇതിനോടകം തന്നെ ഭാരതം സ്വീകരിച്ചു കഴിഞ്ഞു, അതുമായി മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ചില പരീക്ഷണങ്ങൾ കൂടി. നമുക്കറിയാം, സേനാ വിന്യാസമടക്കം സേനകൾക്ക് പൂർണ്ണാധികാരം നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനം, ഇത്തരത്തിൽ സൈനിക ശക്തി കൂടി മുതൽക്കൂട്ടാകുന്ന തരത്തിലേക്കുള്ള പ്രഖ്യാപനങ്ങൾ കൂടി വരുന്നത്. അതുകൊണ്ടാണ് ഒരു സൈനിക നടപടിയിലേക്ക് കടക്കുമോ എന്നുള്ള ചോദ്യം ഉയരുന്നത്. ഇപ്പോൾ ഇന്നും നാളെയുമായി മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നാളെ തിരുവനന്തപുരവും കൊച്ചിയും ഉൾപ്പെടെ 259 സ്ഥലങ്ങളിലാണ് മോക്ക് ഡ്രില്ലുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കണം എന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നത്. ഇതൊക്കെ എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? ഒരുപക്ഷെ 1971 ശേഷം രാജ്യം ഇത്തരത്തിൽ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ മോക്ക് ഡ്രില്ലുകൾക്ക് സാഹചര്യം ഒരുക്കുന്നത് ഇത് രണ്ടാം തവണയാണ് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നിലവിലെ സാഹചര്യം നമുക്ക് എങ്ങനെ വിലയിരുത്താൻ കഴിയും? ഭാരതത്തിന്റെ സംസ്കാരം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 10,000 കൊല്ലങ്ങളോളം അധികം സംസ്കാരമുള്ള ഒരു രാജ്യമാണ് ഭാരതത്തിന്റെ. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലോ വിഷ്വൽ മീഡിയയിലോ പ്രിന്റ് മീഡിയയിലോ വരുന്ന പോലെ പെട്ടെന്നുള്ള വൈകാരികമായ ഏറ്റുമുട്ടലല്ല ഒരു മെച്യൂർഡ് രാജ്യമായ ഇന്ത്യ പോലുള്ള രാജ്യം ചെയ്യേണ്ടത്. നമുക്ക് ഇന്ന് വളരെ ശക്തമായ മനക്കരുത്തുള്ള ഒരു ഭരണാധികാരമുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളുടെ 300 BC സമയത്തുള്ള നമ്മളുടെ ചാണക്യ, ക്ഷത്രിയ, കൗടില്യ ശാസ്ത്രം, അർത്ഥശാസ്ത്രം എഴുതിയ അദ്ദേഹത്തിന്റെ ചില നിയമങ്ങളാണ്. സാമദാന ഭേദ ദണ്ഡ് ബായ്. അപ്പൊ ഈ വക കാര്യങ്ങളാണ് നമ്മൾ ഓൾറെഡി നമ്മൾ തുടക്കത്തിൽ തന്നെ നേരത്തെ പ്രഭാകരൻജി പറഞ്ഞ പോലെ നമ്മൾ കുറെ കാലമായിട്ട് 2014 മോദിജി വന്ന ഉടനെ അദ്ദേഹം പാകിസ്ഥാനായിട്ട് ഒരു നല്ലൊരു ചർച്ചയ്ക്കൊക്കെ ഉദ്ദേശിച്ചു. നല്ലൊരു നൈബറിംഗ് കൺട്രീസ് കാരണം നമുക്ക് ഒരുമിച്ച് നടക്കാമെന്നുള്ള ഉദ്ദേശം നമ്മൾ പലതും നോക്കി. നമ്മൾ പല സൗകര്യങ്ങളും ഓർ ചെയ്ത് കൊടുത്തു. വിസ ഇളവ് കൊടുത്തു, സാർക്ക് വിസ ആയിട്ട് കൊടുത്തു. അനേകം ആൾക്കാർ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിൽ വരുന്നു, നമ്മൾ കച്ചവടമൊക്കെ നിർത്തി. അത് കഴിഞ്ഞ് ഭേദം ഇതേപോലെ തന്നെ നമ്മൾ പല അവർക്ക് നമ്മളെ കൊണ്ടാവുന്ന പോലെ കൺസെഷൻസും ഇതൊക്കെ കൊടുത്തു. അതും നടന്നില്ല. പിന്നെ നമ്മളുടെ നയതന്ത്രമായിട്ടുമായി തന്നെ ഭേദം. ബലൂചിസ്ഥാൻ, നോർത്ത് ഈസ്റ്റേൺ ഫ്രോണ്ടിയറിലൊക്കെ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് രഹസ്യമായോ ഇൻഡയറക്ട്ലിയോ നമ്മൾ അവരെ അനുകൂലിക്കുന്നുണ്ട്, അവർക്ക് സഹായങ്ങളും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഈ വളരെ ഭീകരമായ ഒരു കാര്യം പാകിസ്ഥാൻ ചെയ്തതിന് മറുപടിയായിട്ടാണ് അടുത്തത് ദണ്ഡ്. ദണ്ഡിന്റെ തന്നെ പല ലെവലുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ നേരത്തെ പട്ടാളത്തിന് ഇറക്കി യുദ്ധം ചെയ്യുന്നത് മാത്രമല്ല, നമുക്കറിയാം നമ്മളിപ്പോ 22-ാം തീയതി നടന്ന പരിപാടിക്ക് 23-ാം തീയതി CCCS കഴിഞ്ഞ ഉടനെ 5 കാര്യങ്ങൾ പറഞ്ഞതിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മളുടെ ഇൻഡസ് വാട്ടർ ട്രീറ്റഡ് ഇത് നമ്മൾ തൽക്കാലം സസ്പെൻഡ് ചെയ്തത്. അതിൽ വരാവുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാലത്തേക്ക് പാകിസ്ഥാന്റെ എക്കണോമിക്കൽ അഗ്രികൾച്ചറൽ ഫീൽഡിലൊക്കെ വളരെ പ്രത്യാഘാതങ്ങൾ വരുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇന്ന് നോക്കുന്ന ഭാരതം വളരെ ഉറച്ച നടപടികളായിട്ട് നേരിട്ടുള്ള ഒരു മിലിറ്ററി കോൺഫ്രണ്ടേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. അതിന് പറ്റാതല്ല, നമുക്കതുണ്ട്. പക്ഷെ നമ്മളുടെ ഇന്നത്തെ കാര്യം നേരിട്ടുള്ള ഡയറക്റ്റ് മിലിറ്ററി കോൺഫ്രണ്ടേഷൻ ഇല്ലാതെ തന്നെ പാകിസ്ഥാന്റെ മുട്ടുമടക്കുവാനുള്ള, അവരെ വഴിയിൽ നിർത്താനുള്ള ശേഷി ഇന്ന് ഭാരതത്തിനുണ്ട്. അതാണ്. ബാക്കി മോക്ക് ഡ്രിൽ നടക്കുന്നു, പല നമ്മളുടെ സൈന്യത്തിനെ വിന്യസിക്കുന്നു, എയർബോൺ പെട്രോളിംഗ് കൂടുന്നു, നേവൽ ഷിപ്സ് അലർട്ടായിരിക്കുന്നു. ഇതൊക്കെ ഒരു എന്താ പറയാ നമ്മുടെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് തന്നെ കണക്കാക്കിയാൽ മതി. അല്ലാതെ നാളെ യുദ്ധം തുടങ്ങുന്നു എന്ന് പറയുന്നതല്ല. അതിന്റെ ആവശ്യമില്ല. യുദ്ധത്തിന് ഇല്ലാതെ ഇന്ന് പാകിസ്ഥാൻ യുദ്ധത്തിന് തീരെ റെഡിയല്ല. അവർക്ക് ആവശ്യം യുദ്ധമാണ്. കാരണം ഇന്ന് നമുക്കറിയാമല്ലോ, ഇപ്പോഴത്തെ അവിടുത്തെ ആർമി ചീഫ്
അദ്ദേഹം ഹി വാണ്ട്സ് വാർ, അദ്ദേഹത്തിന് ആവശ്യമാണ് ഉടനെ ഒരു യുദ്ധം വേണം. എന്നാലേ അദ്ദേഹം ഇന്ന് പാകിസ്ഥാനില് ആർമിയുടെ എന്താ മനോബലം വളരെ വീക്കാണ്. കാരണം അവർക്ക് ഇന്റേണൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ആർമി ഈസ് കൊളാപ്സിങ്. അവിടെ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഉള്ളതും ഇല്ലാത്തതും ഫലം ഒന്ന് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് അവരോട് വാർ ചെയ്തിട്ട് ദേ ക്യാൻ വാണ്ട് ടു ഡൈവേർട്ട് അറ്റൻഷൻ. അപ്പോ നമ്മളുടെ കാര്യം അങ്ങനെ നമ്മൾ പെട്ടെന്ന് വാറ് പോകല്ല, അല്ലാതെ തന്നെ നമ്മളുടെ പല പരിപാടികളും വെച്ച് അവരുടെ മുട്ടുമടക്കുക തന്നെയാണ്. വി ഹാവ് ടു പുട്ട് ദം ഓൺ ദ നീസ്. അതിന് നമ്മൾ സശക്തമാണ്, അതിനുള്ള പ്രവൃത്തിയാണ് ഇന്ന് ഗവൺമെന്റ് ചെയ്യുന്നത്. അതെ.